ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാനൊരു 3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു തണ്ട് കറിവേപ്പില കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി കല്ലിൽ വെച്ച് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ വെക്കുമ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്നും ഇന്നൊരു വ്യത്യസ്ത രീതിയിൽ നമ്മളിന്ന് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനകത്തുണ്ടായിരുന്ന വെള്ളത്തിൽ തന്നെ അത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കത് തുറന്നിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.